ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ ശാന്തകുമാരി, കുവൈറ്റ്. ഞാൻ ഇന്ന് പറയാൻ വരുന്നത് നമ്മളുടെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമെല്ലാം നമ്മളുടെ ഒരു സ്വാമി ശിവഗിരി ഇതിൽ ജ്ഞാനപീഠം അങ്ങനെ എന്തോ പറഞ്ഞൊരു സന്യാസിയല്ല, തിരുവമ്പാടി അമ്പലത്തിലത്തെ എന്നാണ് പറഞ്ഞത്. മുഴുവനത് എനിക്ക് എടുത്ത് പറയാൻ അറിയുന്നില്ല. ആ സ്വാമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 34 കൊല്ലം പുള്ളി ദൈവത്തിനെ സേവിച്ചു എന്ന് പറഞ്ഞു. ജീവിതം ഒഴിഞ്ഞു വെച്ച് സ്വാമിയായി. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഈ 34 കൊല്ലം ദൈവത്തിനെ സേവിച്ചിട്ട് സ്വാമിയായിട്ട് നടന്നിട്ട് പുള്ളിക്ക് കള്ളുകുടിയില്ല, ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഭാര്യയില്ല, കള്ളുകുടിയില്ല, വീടിവലിയില്ല, ഒന്നുമില്ല. ഒരു ശുദ്ധമായിട്ട് നടന്ന ഒരു സന്യാസിക്ക് ഈ വക അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയുന്നത്, ഈ ദൈവങ്ങളിൻ്റെ പേര് പറഞ്ഞ്, ജാതി മതത്തിൻ്റെ പേര് പറഞ്ഞ് ദൈവത്തിന് അമ്പലങ്ങൾ കെട്ടി അതിന് കുറേ കാശ് ചിലവാക്കി അമ്പലങ്ങൾ കെട്ടിയിട്ട് ഓരോ പാർട്ടിക്കാരും നടത്തുന്ന ഈ കാര്യങ്ങൾ എന്തിനാണ് എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ദൈവത്തിന് അമ്പലത്തിൻ്റെ ആവശ്യമില്ല. ദൈവത്തിനെ കൂടുതലായിട്ട് കൊണ്ട് നടക്കുന്നവർക്ക് വരുന്ന ഗതി ഇതാണെങ്കിൽ, അല്ലാത്ത മനുഷ്യന്മാർക്ക് അസുഖം വരുന്നതിൽ എന്തിനാണ് നമ്മൾ വിഷമിക്കാനുള്ളത്? അപ്പോൾ ഈ അസുഖം വന്നിട്ട് നമ്മൾ ദൈവത്തിനെ വിളിച്ച് കരഞ്ഞിട്ടോ പാട്ട് പാടിയിട്ടോ കാര്യമില്ല. അതിന് മരുന്ന് തന്നെ കഴിക്കണം, അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചികിത്സകൾ ചെയ്താൽ ദൈവത്തിനെയും കൂടി വിളിക്കുമ്പോൾ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ദൈവത്തെ നമ്മൾ വിളിക്കുമ്പോൾ ആ ദൈവം കേൾക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് എൻ്റെ ദൈവം എന്ന് പറയുന്നത് എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും. ഞാൻ കഷ്ടതയിൽ കഞ്ഞിയില്ലാതെയും ഇരിക്കാൻ വീടില്ലാതെയും നടക്കുമ്പോൾ എൻ്റെ ഈ കൈ പിടിച്ച് എന്നെ ഈ നിലയ്ക്ക് എത്തിച്ച കുറേ കുടുംബങ്ങളുണ്ട്. ഞാൻ കുവൈറ്റിൽ വന്നിട്ടാണെങ്കിലും ഇന്ത്യയിൽ കേരളത്തിലാണെങ്കിലും എനിക്ക് ഒരുപാട് കൈകൾ എനിക്ക് തന്നിട്ടുണ്ട്. ആ കൈകളാണ് ദൈവമായിട്ട് ഞാൻ കാണുന്നത്. അല്ലാതെ അമ്പലത്തിലിരിക്കുന്ന ഒരു വിഗ്രഹമോ പള്ളികളിലിരിക്കുന്ന ഒരിതോ, ഏത് പള്ളിയിലാണെങ്കിലും ഏത് അമ്പലത്തിലാണെങ്കിലും ഇരിക്കുന്ന വിഗ്രഹങ്ങളെ കുറേ ആരാധിച്ച് ഉണ്ടിയിൽ കുറേ പൈസ ഇട്ട് എന്നിട്ട് യാതൊരു കാര്യവുമില്ല. ആ പൈസ അമ്പലങ്ങൾ കെട്ടിപ്പൊക്കി, കൊട്ടാരം പോലെ അമ്പലങ്ങൾ കെട്ടി പൈസ ചിലവാക്കിയ ആ പൈസ എത്രയോ പാവപ്പെട്ടവർ വീടില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, ഇടാൻ ഡ്രസ്സില്ലാതെ പാതയോരത്ത് കിടക്കുന്നുണ്ട്. അവർക്ക് കൊടുത്താൽ അതിൻ്റെ പുണ്യം നമ്മൾക്ക് കിട്ടും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. 25 വയസ്സ് വരെ ഞാൻ ദൈവമില്ല എന്ന് പറഞ്ഞ് നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ ഞാൻ ഞങ്ങളുടെ വടക്കഞ്ചേരി നാഗസഹായ സപ്താഹ വായനയ്ക്ക് പോയി. അവിടെ ഇരുന്ന് കുറേ ഇങ്ങനെ കേട്ടത് കൊണ്ടാണ് ഞാൻ അതിനെ കൊണ്ടുപോകാൻ എന്നെ കൂട്ടിയിട്ട് പോയി അത് കേൾപ്പിക്കാനും എൻ്റെ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി മുഖേനയാണ് ഞാൻ കുറച്ചെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കോടികൾ ചിലവാക്കി, ലക്ഷങ്ങൾ ചിലവാക്കി, അമ്പലങ്ങൾ കൊട്ടാരം പോലെ കെട്ടി, എന്നിട്ട് യാതൊരു കാര്യമില്ല. അതിനൊരു ഉദാഹരണമാണ് സ്വാമിൻ്റെ കിഡ്നി പോയി, ലിവർ പോയി, എല്ലാം പോയി എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത്, മനുഷ്യന് ആരോഗ്യത്തിന് നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം,
നല്ല ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾക്ക് ആരോഗ്യമുണ്ടാകും. ആരോഗ്യമുണ്ടാകുന്ന സമയത്ത് നമ്മൾ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു. ആ പൈസനെ നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ച് നാളേക്ക് നമ്മളെടുത്ത് ചിലവാക്കുക എന്ന് പറഞ്ഞ് ജീവിക്കുന്നതേക്കാൾ നല്ലത് നമ്മൾ സമ്പാദിക്കുന്ന പൈസയിലെ 1/4 ഭാഗം പാവപ്പെട്ടവർക്ക് കൊടുക്കുക. വഴിയോരത്തിരിക്കുന്ന ഭിക്ഷക്കാരുണ്ടെങ്കിൽ വയസ്സായ അച്ഛനും അമ്മമാർക്ക് കൊടുക്കുക. കയ്യും കാലും ഇല്ലാത്തവർക്ക് കൊടുക്കുക. അങ്ങനെയുള്ള പുണ്യപ്രവർത്തികൾ ചെയ്യുക. ബാക്കിയുള്ളത് നമ്മൾ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ, കുടുംബം, മക്കൾ, കുട്ടികൾ, അങ്ങനെയുള്ളതിന് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സ്വാമിൻ്റെ കാര്യം അയാൾ നല്ല രീതിക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ശക്തിയേ ഉള്ളൂ ലോകത്തിൽ. അതിന് രൂപങ്ങളില്ല, മതങ്ങളില്ല. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ശക്തിയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ചെറുപ്പകാലങ്ങളിൽ അങ്ങനെ ഞാൻ വിശ്വസിച്ച് വന്നതാണ് കൃഷ്ണൻ എന്ന് പറയുന്ന നമ്മുടെ ഉണ്ണിക്കണ്ണന്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കോടികൾ ചെലവാക്കി പാർട്ടിയിൽ നേതാക്കന്മാർ പണക്കാരാകുന്നതല്ലാതെ കോടികൾ ചെലവാക്കി ഇപ്പോൾ നമ്മളുടെ അയോധ്യയിൽ രാമന് ക്ഷേത്രം കെട്ടി അത് ചോരുന്നു, അവിടുത്തെ റോഡുകൾ കേടുവന്നു പോയി എന്ന് പറയുമ്പോൾ ഈ കോടികൾ ചെലവാക്കിയ പൈസ ഉണ്ടെങ്കിൽ എത്രയോ പാവപ്പെട്ടവരിന്ന് റോഡോരത്ത് ടാർപ്പായ മറച്ചിട്ടും കഴിക്കാൻ നല്ല ഭക്ഷണമില്ലാതെയും രോഗങ്ങൾ വന്നിട്ടും ജീവിക്കുന്നുണ്ട്. അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ.